കം ടു സൗദി ഫോർ പെർഫോം ആൻ ഉംറ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉംറ ചെയ്യണമെന്നുണ്ടോ? ഞാൻ ഇതുവരെ ഉംറ ചെയ്തില്ല. ഉംറ ചെയ്യണമെന്ന് ഹജ്ജ് പോലത്തെ ഹജ്ജിന്റെ മിനി വേർഷൻ. അതായത് അങ്ങനെ ഒരു, അതായത് പാവങ്ങള് കഴുകി തീർക്കുന്ന സ്ഥലമില്ലേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലും അനുഗ്രഹങ്ങളിലും പെട്ട ഒരു വസ്തുതയാണ്, ഒരു സത്യമാണ് ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളത്. എത്രയോ പവിത്രതകളും ശ്രേഷ്ഠതകളും നിറഞ്ഞൊരു പുണ്യകർമ്മങ്ങളാണ് ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഉംറ ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഉംറയ്ക്കിടയിലും മറ്റൊരു ഉംറയ്ക്കിടയിലുമുള്ള പാപങ്ങളും പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് മറ്റൊരു ഹദീസിലും കാണാൻ സാധിക്കുന്നു. ഒരാൾ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്താൽ അവന്റെ ഇരിപ്പിടം സ്വർഗമാണെന്ന് വ്യക്തമായി പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കുന്നു. ഒരു ഇരുമ്പു തീയിൽ നിന്ന് മലിനത നീക്കം ചെയ്യുക എന്നുള്ളത് എത്ര ടാസ്കുള്ള, എത്ര റിസ്കുള്ള ഒരു പരിപാടിയാണ്. അതിനോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദൃശ്യപ്പെടുത്തി സംസാരിക്കുന്നത്. ഒരാള് ജീവിതത്തിൽ ഒരിക്കലും ഉംറ ചെയ്താൽ അവന്റെ പട്ടിണിയും പാപങ്ങളും ദാരിദ്ര്യമെല്ലാം പടച്ച റബ്ബ് തുടച്ചു മായ്ക്കുമെന്ന് സുനനുൻ നസായി ഹദീസിൽ കാണാൻ സാധിക്കുന്നു. അതിലുപരി ഒരാൾ റമദാൻ മാസത്തിൽ ഉംറ ചെയ്താൽ എന്നോട് കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കഴിവുള്ളവന് മാത്രമേ ഹജ്ജും ഉംറയും ചെയ്താൽ മതി എന്നേ ഉള്ളൂ ഇസ്ലാമിന്റെ മാനദണ്ഡം. പക്ഷേ ഹജ്ജും ഉംറയും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല. ഫ്രീ ആയിട്ട് ഒരാൾക്ക് ഉംറക്ക് പോകാനുള്ള അവസരം ഒരുക്കി തരികയാണ്. വെറും 10 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഉംറക്ക് പോകാനുള്ള അവസരം ഒരുക്കുകയാണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഈ ഉംറക്ക് പോകാൻ അവസരം ഒരുക്കി തരുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും എന്റെ പേജും ഒന്ന് ഫോളോ ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. ഒരു 3 ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി അവസരം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഷെയറിലൂടെ ഒരാൾ അവിടെ പോയി ഉംറ ചെയ്താൽ ഇസ്ലാമിന്റെ മാനദണ്ഡ പ്രകാരം തത്തുല്യ പ്രതിഫലം, നിങ്ങൾ ഉംറ ചെയ്ത അതേ പ്രതിഫലം കിട്ടുമെന്ന് ഇസ്ലാമിക നിയമങ്ങളും മാനദണ്ഡങ്ങളും പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.